എന്താണ് ഡൈനാമിക് സ്ട്രെച്ചിങ് അതുപോലെ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഇത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴും ഇത് മനസ്സിലാവാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരു 90% ആൾക്കാരും 90%ത്തിൽ കൂടുതൽ ആൾക്കാരും സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ചെയ്യാറില്ല. യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഒത്തിരി വീഡിയോസ് ഇതിനെ പറ്റിയുള്ള ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. എന്നിട്ടും ആൾക്കാർക്ക് ഇതിനെ പറ്റി ഒരു തെറ്റിദ്ധാരണയും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡൈനാമിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 90% ആൾക്കാരും ചെയ്യുന്നുണ്ട് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്ന, അതായത് ചലനമുള്ള മൂവ്മെന്റ് ഉള്ള സ്ട്രെച്ചിങ്ങിനെയാണ് ഡൈനാമിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അതേപോലെ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്, എന്താണ് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മുടെ വർക്കൗട്ട് എല്ലാം ഫിനിഷ് ആയതിനു ശേഷം ഏറ്റവും അവസാനം ചെയ്യേണ്ട സ്ട്രെച്ചിങ് ആണ് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മൂവ്മെന്റ് ഇല്ല, അതായത് ചലിക്കുന്നില്ല, നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കാന്നുള്ളതാണ്. ഒരു 10-15 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കാന്നുള്ള